കർത്താവായ യേശു കർത്താവിൻ്റെ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് അഹങ്കാരം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോട് നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും എന്ന് പറഞ്ഞു. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ഈ അഭിനയങ്ങളൊന്നും പറ്റിയല്ല. വളരെ ശിക്ഷാവിധി വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി വളരെയധികം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആ വലിയ ശക്തി. നമുക്കിതെല്ലാം ആവശ്യമാണ്. അങ്ങാടിയിൽ വന്ദനം, പള്ളിയിൽ മുഖ്യാസനം, അത്താഴത്തിന് പ്രധാന സ്ഥലം, ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിക്കണം. ഇവന്മാർ കള്ളന്മാരാണ്. വലിയ സ്ഥാനവും മാനവും മോഹിച്ച് നിനക്ക് സ്ഥാനവും മാനവും തരുന്നത് ദൈവം തരുന്നത് നിനക്ക് ശുശ്രൂഷ ചെയ്യാനാണ്, അല്ലാതെ സ്ഥാനവും മാനവും കിട്ടി വല്ലവൻ്റെയും തലേ കയറാനും ദോഷം ചെയ്യാനല്ല. ആ ശുശ്രൂഷയ്ക്കാണ്. ഏത് സ്ഥാനവും ലഭിക്കുന്ന ദൈവം തരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിനക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങൾ നീ ഭംഗിയായി ഉപയോഗിച്ചാൽ ദൈവം നിനക്ക് ധാരാളമായ സ്ഥാനങ്ങൾ തരും. അവിടെ നീ താഴ്മയോടെ വിനയത്തോടെ ഉപയോഗിച്ചാൽ, അല്ലാതെ നീ അതിനെ മിസ്യൂസ് ചെയ്താൽ വലിയ ശിക്ഷാവിധിയിലകപ്പെട്ടു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ മാനങ്ങളൊക്കെ ദൈവഭയത്തോടെ അതിന് ഫലകരമാവണ്ണം പ്രവർത്തിക്കുവാൻ ഇത് കാണുന്ന, കേൾക്കുന്ന, പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമേ. അത് അല്ലെങ്കിൽ വലിയ ശിക്ഷാവിധി ഞങ്ങൾക്ക് സംഭവിക്കുമല്ലോ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഹങ്കാരവും ഉന്നതഭാവവും നകളവും ഒന്നും ഞങ്ങളിൽ ഉണ്ടാകരുത്. ഈ വചനം കാണുന്ന, കേൾക്കുന്ന എല്ലാവർക്കും ആ താഴ്മയുടെയും വിനയത്തിൻ്റെയും അനുഭവം കൊടുത്തുകൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.